Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ 4th ചാപ്റ്ററാണ്, അതായത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി, അതായത് മൂവിങ് ചാർജസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ്. അപ്പോൾ നമ്മളൊരു 1820 വരെ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും കൺസിഡർ ചെയ്തിരുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈസ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് മൂവിങ് ചാർജസ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു കോമ്പസ് നീഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് അടുത്ത് വെക്കുമ്പോൾ ദർ വാസ് എ ഡിഫ്ലക്ഷൻ ഇൻ ദ കോമ്പസ് നീഡിൽ, അതായത് കോമ്പസ് നീഡിലൊരു ഡിഫ്ലക്ഷൻ കണ്ടു. അതുപോലെ തന്നെ he noticed that the deflection increases on increasing the current, അതായത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാഗ്നറ്റിക്, അതായത് കോമ്പസ് നീഡിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടു. മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹി ഫൗണ്ട് ദാറ്റ് ദ റിവേഴ്സിങ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് റിവേഴ്സസ് ദ ഡയറക്ഷൻ ഓഫ് നീഡിൽ. അപ്പോൾ അങ്ങനെ 3 കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയത്. അങ്ങനെ ഈസ്റ്റഡ് ആണ് എന്ത് കണ്ടെത്തിയത്, അതായത് മൂവിങ് ചാർജസ്, അല്ലെങ്കിൽ മൂവിങ് ചാർജസ് എന്ന് പറഞ്ഞാൽ അത് എന്തുതന്നെയാണ്, കറണ്ടാണ് അല്ലേ. സോ കറണ്ട് ഓർ മൂവിങ് ചാർജസ് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സറൗണ്ടിങ് സ്പേസ് എന്ന് കണ്ടെത്തിയത്. ഫൈനലി ദ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസസ് മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിസം പ്രൊഡ്യൂസസ് ഇലക്ട്രിസിറ്റി. ഈ കൺസെപ്റ്റിലേക്ക് എത്തിയത് ഈസ്റ്റഡിൻ്റെ ഈ ഡിസ്കവറിയോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് മൂവിങ് ചാർജസും മാഗ്നറ്റിസമാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സിൽ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു സ്റ്റാറ്റിക് ചാർജാണ്, അതായത് സ്റ്റാറ്റിക് ചാർജ് Q ആണ് സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, മൂവിങ് ചാർജസ് അല്ലെങ്കിൽ കറണ്ടാണ് എന്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ് ഇൻ അഡീഷൻ ടു ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ദെൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഫീൽഡാണ് ആൻഡ് ഇറ്റ് ഒബേസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്? ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സെവറൽ സോഴ്സസ്, അതായത് സെവറൽ സോഴ്സസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാണാം? ഇറ്റ് വിൽ ബി ദ വെക്റ്റർ അഡീഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ സോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി വി ഹാവ് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂവിങ് ചാർജിനെ ഒരു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിനകത്ത് വെക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് വെക്കുമ്പോൾ ഈ മൂവിങ് ചാർജിന് ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ ദർ വിൽ ബി എൻ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ മൂവിങ് ചാർജ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അത് ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡിലാണ് വെക്കുന്നത്, അപ്പോൾ അതിനുണ്ടാവുന്ന ഒരു ഫീൽഡും അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന മൂവിങ് ചാർജിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് the force experienced by moving charges in electric and magnetic fields is called Lorentz force. അതായത് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സിൻ്റെയും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെയും സം ആയിരിക്കും. അതായത് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v in presence of both electric and magnetic field is called Lorentz force. That will be F is equal to F electric plus F magnetic. അതായത് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ചേർന്നതാണ് എന്ത് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. F is equal to Q into E ആണ്. ഇനി മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് Q into V cross B ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എങ്ങനെ കാണാം? F is equal to QE plus Q into V cross B ആണ്. അതിൽ Q കോമൺ ആണല്ലോ, സോ Q വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. അപ്പോൾ എങ്ങനെ എഴുതാം? F is equal to Q into E plus V cross B ആണ്. അതാണ് ലോറൻസ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ. F is equal to Q into E plus V cross B. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ചോദിച്ചാൽ എങ്ങനെ എഴുതാം? F is equal to QE എന്ന് എഴുതാം. ഇനി മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണെങ്കിൽ F is equal to Q into V cross B എന്ന് എഴുതാം. ഓക്കെ, അതായത് F is equal to QE ആണെന്ന് നമുക്കറിയാം. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ടത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. നമ്മൾ ഇക്വേഷൻ ഇപ്പോൾ പറഞ്ഞതാണ്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. അതായത് F is equal to Q into V cross B എന്ന് പറയുന്നതാണ് എന്ത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ലേ. ഈ V cross B എന്ന് പറയുന്നത് ക്രോസ് പ്രൊഡക്റ്റിനെ ഒന്ന് മാറ്റി എഴുതി നോക്കാം നമുക്ക്. അപ്പോൾ എന്താ കിട്ടുക? F is equal to QVB sin θ എന്ന് കിട്ടും അല്ലേ.
അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ദ ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ബി ആണ്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ക്യു വി ബി സൈൻ തീറ്റ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നോക്കി നോക്കൂ. അതായത് ഈ ഇക്വേഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ക്യു വി ബി സൈൻ തീറ്റ അല്ലെങ്കിൽ ക്യു ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് ചാർജാണ്, യെസ്. അടുത്തത് ക്യു എന്ന് പറയുന്നത്, ദെൻ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ദെൻ ബി ദാറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഫോഴ്സ് ഓൺ എ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഓൺ എ പോസിറ്റീവ് ചാർജ്. അതായത് ഒരു നെഗറ്റീവ് ചാർജിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓൺ എ പോസിറ്റീവ് ചാർജ്. രണ്ട് ചാർജിലുണ്ടാവുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ് എഫ് ഇസിക്കൽ ടു ക്യു വി ബി സൈൻ തീറ്റയാണ്. ഇനി അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആവുന്ന ഒരു കേസ് നോക്കി നോക്കൂ. അതായത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വിച്ച് ഈസ് പാരലൽ ടു ദ ഫീൽഡാണ്. രണ്ടും ഒരേ ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ അവിടുത്തെ ആംഗിൾ എത്രയാണ് വരിക? തീറ്റ 90 ഡിഗ്രിയാണ്, 0 ഡിഗ്രിയാണ് വരിക അല്ലേ. അതായത് സെയിം പാരലാണെന്നുണ്ടെങ്കിൽ അവിടെ 0 ഡിഗ്രിയാണ് വരിക. ഇനി അല്ലെങ്കിൽ ആൻറ്റി പാരലൽ ആവാം, അത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? ക്യു വി ബി സൈൻ തീറ്റയാണ്. സൈൻ 0 എത്രയാണ്? 0. സോ ഫോഴ്സ് വിൽ ബി 0. അപ്പോൾ അതായത് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാണ്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എത്രയാണ്? 0 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ സപ്പോസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ? വിൽ ബി ഗിവൺ ബൈ സ്ക്രൂ റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ തരുന്നത്. അതാണ് ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളത് എന്താണ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫോഴ്സ് എപ്പോഴാണ് അപ്പോൾ 0 വരിക? ഇഫ് ചാർജസ് ആർ നോട്ട് മൂവിങ്. അതായത് ഒരു കേസിൽ എന്താണ് തീറ്റ 0 ആകുമ്പോൾ, ഇനി അല്ലാത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒബ്ജക്റ്റ് അതായത് ചാർജ് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവില്ല. ഓൺലി മൂവിങ് ചാർജ് ഫീൽസ് ദ മാഗ്നറ്റിക് ഫോഴ്സ്. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് അല്ലേ. മൂവിങ് ചാർജസ് അല്ലെങ്കിൽ കറണ്ടാണ് എന്തുണ്ടാക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഫീൽഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് 0 ഇഫ് ചാർജ് ഈസ് നോട്ട് മൂവിങ് ഓർ വെലോസിറ്റി ഈസ് 0. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൽ അറിഞ്ഞിരിക്കേണ്ടത്? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. ഇനി എഫ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് എഴുതാം. ഇവിടെ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ബി ആണ്. വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചാർജ്, വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഏത് കേസിലാണ് മാഗ്നറ്റിക് ഫോഴ്സ് 0 ആവുന്നത്? അതായത് തീറ്റ ആംഗിൾ is 0, then the magnetic force also will be 0. പിന്നെ അതായത് പാരലലോ അല്ലെങ്കിൽ ആൻറ്റി പാരലൽ ആകുമ്പോൾ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ഓർ ആൻറ്റി പാരലൽ ആണെങ്കിൽ ഫോഴ്സ് വിൽ ബി 0. അടുത്തൊരു കേസ് പറഞ്ഞത് എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് 0 ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി വിൽ ബി 0. ഓക്കെ, now we can see how we can find the unit of magnetic field. എങ്ങനെയാണ് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കാണുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താണ്? എഫ് കാണാനുള്ള ഇക്വേഷൻ, അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ബി എങ്ങനെ കാണാം? ബി ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ വി അല്ലേ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്? ദാറ്റ് ഇസ് ന്യൂട്ടൺ. ദെൻ ക്യൂ ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്. ദെൻ വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ അതിനെ നമുക്ക് മുകളിൽ എഴുതാം. സോ ന്യൂട്ടൺ സെക്കൻഡ് ബൈ കൂളം മീറ്റർ ആണ്. അതിന് നമ്മൾ പറയുന്നത് ടെസ്ല എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ടി. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ടെസ്ല. ഓക്കെ, അപ്പോൾ ടെസ്ല എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് യൂണിറ്റ് ആണ്. സ്മോളർ യൂണിറ്റ് നോൺ SI യൂണിറ്റ് ആണ്. അതിന് പറയുന്നത് ഗോസ് ഈസ് ഓഫൺ യൂസ്ഡ്. ഓക്കെ, ഗോസ് എന്നും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 1 ഗോസ് എന്ന് പറയുന്നത് 10⁻⁻⁴ ടെസ്ലയാണ്. ദാറ്റ് ഈസ് 1 G is equal to 10⁻⁴ ടെസ്ല. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് അറിയോ? എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എബൌട്ട് 3.6 × 10⁻⁵ ടെസ്ലയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്?
യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ടെസ്ലയാണ്. സോ ദാറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ബൈ കൂളം മീറ്റർ. അത് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റയാണ്. അപ്പോൾ അതിൽ നമുക്ക് ബി കിട്ടും അല്ലേ, എഫ് ബൈ ക്യൂ വി ആണ്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെ യൂണിറ്റ് ജസ്റ്റ് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അതിൽ ഓർത്തിരിക്കേണ്ടത് ടെസ്ല എന്നുള്ള നിങ്ങളൊരു പുതിയ പേരാണ്, യൂണിറ്റാണ് ടെസ്ല. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടി എന്നാണ്. ഇനി 1 ഗോസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 10⁻⁻⁴ ടെസ്ലയ്ക്ക് ഈക്വലാണ്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അതൊരു ജനറലായ കാര്യമാണ്, അത് അറിഞ്ഞിരിക്കുക. 3.6 × 10⁻⁵ ടെസ്ലയാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. Now we have to derive the expression for magnetic force on a current carrying conductor. അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യുന്നത്. സോ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഒരു റോഡ് വിച്ച് ഈസ് ഹാവിങ് യൂണിഫോം ക്രോസ് സെക്ഷണൽ ഏരിയ എ ആൻഡ് ലെങ്ത് എൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ സപ്പോസ് വി ആർ ഹാവിങ് n നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്, അതായത് സ്മോൾ ലെറ്റർ n നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് മൊബൈൽ ചാർജ് കാരിയേഴ്സിനെ എങ്ങനെ എഴുതാം? അതായത് ഏരിയ എയും ലെങ്ത്ത് എല്ലും ആണെങ്കിൽ അതിൻ്റെ വോളിയം എങ്ങനെ കാണാൻ പറ്റും? ഏരിയ ഇൻറ്റു ലെങ്ത്ത് കാണാം അല്ലേ, അതായത് എ ഇൻറ്റു എൽ കാണാം. ഇനി അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് മൊബൈൽ ചാർജ് കാരിയേഴ്സ് കാണുന്നുണ്ടെങ്കിൽ n നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ് ഉള്ളതെങ്കിൽ n ഇൻറ്റു വോളിയം കണ്ടാൽ മതിയല്ലോ. സോ ദാറ്റ് വിൽ ബി NaL. ക്ലിയർ ആയോ? അതായത് ടോട്ടൽ നമ്പർ ഓഫ് മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആണ് കാണുന്നത്. അവിടെ n നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ് ഉള്ളത്. അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? A ഇൻറ്റു L ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ NaL എന്ന് പറയുന്ന അത്രയും നമ്പർ ഓഫ് മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആണ് ഉള്ളത്. ഇനി ഇ എന്ന് പറയുന്നത് ഒരു ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ, ദ ചാർജ് ഓഫ് ഈച്ച് ചാർജ് കാരിയർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്? ദാറ്റ് വിൽ ബി, അതായത് ഈ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സിനെ അതിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ദാറ്റ് ഈസ് Q is equal to NeAL എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ടോട്ടൽ ചാർജ് ഓൺ ഈച്ച് ചാർജ് കാരിയർ ആണ്, അതായത് ടോട്ടൽ ചാർജ് ആണ് കിട്ടുന്നത്. Q is equal to NeAL എന്നാണ് കിട്ടുന്നത്. ഇനി അതിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ എങ്ങനെയാണ് അതായത് ഐ കാണാനുള്ള ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഡൗട്ടുള്ളവർ ആ ഭാഗം ഒന്ന് റെഫർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? VD ആണ്. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതായത് മാഗ്നറ്റിക് ഫോഴ്സ് മാത്രമാണ് കാണേണ്ടത്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? F is equal to Q into V cross B ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന V എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അതേപോലെ Qൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടു, എന്താണത്? NeAL ആണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? അപ്പോൾ F will be equal to NeAL, അതായത് Qന് പകരം NeAL എന്ന് എഴുതാം. വിത്തിൻ ബ്രാക്കറ്റ് VD ക്രോസ് B എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. NeAVD അതിന് ഒരു ടേം ആക്കി എഴുതിയിട്ട് L ക്രോസ് B സെപ്പറേറ്റ് ആയിട്ട് എഴുതി. അതിന് കാരണം എന്താണ്? NeAVD എന്ന് പറയുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ് അല്ലേ. അതെന്തായിരുന്നു? ദാറ്റ് ഈസ് കറണ്ട്. സോ NeAVDക്ക് പകരം നമുക്ക് I എന്ന് കൊടുക്കാം. അപ്പോൾ എന്താണ് അടുത്ത ഇക്വേഷൻ വരിക? F is equal to I into L cross B. So F is equal to I into L cross B is the magnetic force on a current carrying conductor. Okay. Now we have motion of a charged particle in a magnetic field. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് എങ്ങനെയാണ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ 3 കേസസ് ആണുള്ളത്. ഫസ്റ്റ് കേസിൽ ചാർജ് ഈസ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ആണ് ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അത് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ചാർജിന് സംഭവിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? പാരലൽ അല്ലെങ്കിൽ ആൻറ്റി പാരലൽ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? യെസ്, ദാറ്റ് വിൽ ബി പാരലൽ ആകുമ്പോൾ 0 ഡിഗ്രിയാണ്, ആൻറ്റി പാരലൽ 180 ഡിഗ്രിയാണ് വരിക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാണാൻ പറ്റും? ഓർ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? F is equal to QVB സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 0 ആകുമ്പോൾ എന്ത് വരും? സൈൻ 0 അല്ലേ. സോ F will be equal to QVB സൈൻ 0, ദാറ്റ് is equal to 0. ഇനി 180 ഡിഗ്രി ആവുന്ന കേസിൽ എന്താ കിട്ടുക? F is equal to QVB into sin 180, that is also 0. അപ്പോൾ അതിന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? when there is, അതായത് there will be no magnetic force on the
ചാർജ് അല്ലേ, അതായത് അവിടെ എന്തില്ല, മാഗ്നറ്റിക് ഫോഴ്സ് 0 ആണ്. അതായത് ദ ചാർജ് മൂവ്സ് അൺഡിഫ്ലക്റ്റഡ്, അതായത് ചാർജ് എന്തായിരിക്കും, അൺഡിഫ്ലക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസിൽ വെൻ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ഓർ 180 ഡിഗ്രി ദ ചാർജ് മൂവ്സ് അൺഡിഫ്ലക്റ്റഡ്. ഓക്കെ, now the second case is when the charged particle entering perpendicular to the magnetic field. അതായത് ആദ്യത്തെ കേസിൽ പാരലൽ ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും, തീറ്റ വിൽ ബി 90 ഡിഗ്രി. അതായത് വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ഫോഴ്സ് എന്താ വരിക, മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെ കിട്ടുക, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കാം, 90 ഡിഗ്രി. സോ എഫ് വിൽ ബി ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 90 എന്ന് വരും അല്ലേ. അപ്പോൾ സൈൻ 90 എത്രയാണ്, 1 ആണ്. സോ മാഗ്നിറ്റ്യൂഡ് വിൽ ബി എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി എന്നാണ് കിട്ടുക. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണ്, ക്യൂ വി ബി ആണ്. ആദ്യത്തെ കേസിൽ ഫോഴ്സ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജ് അൺഡിഫ്ലക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, ക്യൂ വി ബി ആണ്. ഇനി അപ്പോൾ അതൊരു പെർപെൻഡിക്കുലർ ഫോഴ്സ് ആണ് അല്ലേ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് പറയുന്നത് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് പ്രൊഡ്യൂസസ് എ സർക്കുലർ മോഷൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ആക്ട് ചെയ്യും, ഒരു സർക്കുലർ മോഷനാണ് ഉണ്ടാവുക. അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ ബി മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്. രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്ത് പറയാം, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എന്തിന് ഈക്വലാണ്, ക്യൂ വി ബിക്ക് ഈക്വലാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ക്യൂ വി ബിക്ക് ഈക്വലാണ്. ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡിനും വെലോസിറ്റിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതായത് ദ ഡയറക്ഷൻ വിൽ ബി പെർപെൻഡിക്കുലർ, അതായത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വെലോസിറ്റി. ഇനി ദിസ് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ആക്ട് ആസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആൻഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോസ് എ സർക്കുലർ പാത്ത്. അപ്പോൾ ഈ കേസിൽ എന്തായിരിക്കും, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്, ദിസ് മാഗ്നറ്റിക് ഫീൽഡാണ് ആൻഡ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ ബി ഫോളോയിങ് എ സർക്കുലർ പാത്ത്. അപ്പോൾ സർക്കുലർ പാത്താണ് ഏത് കേസിലുണ്ടാവുക, പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് ഒരു സർക്കുലർ പാത്താണ്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇതിനൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഓരോ എക്സ്പ്രഷൻസ് എങ്ങനെ കാണാൻ പറ്റും, വെലോസിറ്റി, ടൈം പീരീഡ്, ഫ്രീക്വൻസി, ഇവ എങ്ങനെ കാണാമെന്നുള്ളതാണ് നോക്കുന്നത്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ചാർജ് ക്യൂ ആണ്, ദാറ്റ് ഈസ് എൻട്രിങ് ഇൻ ടു എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ വെലോസിറ്റി എന്താണ്, വി ആണ്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ആർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ ആണ് റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് എന്ന് വിചാരിക്കുക. ദെൻ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർ ചാർജ്ഡ് ബോഡി പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു എന്താണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, യെസ് ദാറ്റ് ഈസ് mv²/r. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ എങ്ങനെ എഴുതാം മാത്തമാറ്റിക്കലി, mv²/r ഇസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് എഴുതാം അല്ലേ. ഇനി അതിൽ നിന്ന് വെലോസിറ്റി കാണാമല്ലോ, വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു എന്തെഴുതാം, ക്യൂ ബി ആർ ബൈ എം എന്ന് കിട്ടും അല്ലേ. അതായത് ഈ വി ആൻഡ് വി വിൽ ഗെറ്റ് ക്യാൻസൽഡ്, പിന്നെ കിട്ടുന്നത് എന്താണ്, വി വിൽ ബി ഈക്വൽ ടു ക്യൂ ബി ആർ ബൈ സ്മോൾ എം ആണ്. അതാണ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഇനി ആംഗുലർ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഒമേഗ ഈക്വൽ ടു വി ബൈ ആർ ആണ് അല്ലേ. അപ്പോൾ വിക്ക് പകരം എന്ത് കൊടുക്കാം, ക്യൂ ബി ആർ ബൈ എം എന്ന് കൊടുക്കാം. ദെൻ ക്യൂ ബി ആർ ബൈ എം ബൈ ആർ അല്ലേ വരാം. സോ ക്യൂ ബി ബൈ എം എന്ന് കിട്ടും. ഒമേഗ ഇസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. വി ഇസ് ഈക്വൽ ടു ക്യൂ ബി ആർ ബൈ എം ആണ്. ദെൻ ഒമേഗ ഇസ് ഈക്വൽ ടു ക്യൂ ബി ബൈ എം ആണ്. ഇതെങ്ങനെയാണ് ടൈം പീരീഡ് കാണാൻ നോക്കാം. അതായത് ടി ഈസ് ഈക്വൽ ടു 2π ഒമേഗയാണ്. അപ്പോൾ 2π ഒമേഗയുടെ ഇക്വേഷൻ എന്താണ്, ക്യൂ ബി ബൈ എം അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടി വിൽ ബി ഈക്വൽ ടു 2π ക്യൂ ബി ബൈ എം. അപ്പോൾ എന്തെഴുതും, 2πm ബൈ ക്യൂ ബി, അതായത് ടി ഈസ് ഈക്വൽ ടു 2πm ബൈ ക്യൂ ബി എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ഇക്വേഷനാണത്. നെക്സ്റ്റ് വൺ ഈസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 1/t ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്താൽ മതി. ന്യൂ ഈസ് ഈക്വൽ ടു യെസ് ടി എന്ന് പറഞ്ഞത് എന്താണ്, 2πm ബൈ ക്യൂ ബി ആണ്. സോ ന്യൂ വിൽ ബി ഈക്വൽ ടു ക്യൂ ബി ബൈ 2πm. സോ ടി ഈസ് ഈക്വൽ ടു 2πm ബൈ ക്യൂ ബി. അതുപോലെ തന്നെ ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ബി ബൈ 2πm.
രണ്ടാമത്തെ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാർട്ടിക്കിൾ വിൽ ബി എൻട്രിങ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആ കേസിൽ ഉണ്ടാവുന്ന ഫോഴ്സ് QVB ആണ്, അതായത് മാഗ്നറ്റിക് ഫോഴ്സ് QVB ആണ്. അതുപോലെ തന്നെ ദിസ് ഫോഴ്സ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് B ആൻഡ് V. മാഗ്നറ്റിക് ഫീൽഡിനും വെലോസിറ്റിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി V കാണാനുള്ള ഇക്വേഷൻ, വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ QBR/m. അതുപോലെ തന്നെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ = QB/m. പീരീഡ് T = 2πm/QB. ദെൻ ഫ്രീക്വൻസി = QB/2πm. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി മൂന്നാമത്തെ കേസാണ് നോക്കാൻ പോകുന്നത്. അതായത് when the charged particle moves at an arbitrary angle theta with the field direction. അതായത് ഒരു ആർബിട്രറി ആംഗിളിലാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പാത്ത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ബിറ്റ്വീൻ 0 and 90 ഡിഗ്രി. അപ്പോൾ ആദ്യത്തെ കേസുകളിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഒന്ന് പാരലൽ ആയിരുന്നു, അപ്പോൾ അവിടെ ആംഗിൾ 0 ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ എങ്ങനെയായിരുന്നു? അത് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്തിരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആംഗിൾ 90 ഡിഗ്രി ആയിരുന്നു. ഇനി ഇവയ്ക്ക് രണ്ടിനും ഇൻ ബിറ്റ്വീനാണ് പാർട്ടിക്കിൾ, ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പാത്ത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഇൻ ബിറ്റ്വീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെലോസിറ്റിക്ക് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. അതായത് അതിനെ റെക്റ്റാങ്കുലർ കമ്പോണൻ്റ് ആക്കിയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ VX VY എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസ് കാണാം. VX എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും VY എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്. അതായത് ഒന്ന് പാരലലാണ്, ഒന്ന് പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എങ്ങനെയാണ്? പാരലലാണ്. അപ്പോൾ അതിന് പാരലൽ അല്ലെങ്കിൽ എലോങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല? അതിന് അൺഅഫക്റ്റഡ് ആയിരിക്കും ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് അല്ലെങ്കിൽ പാരലൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല? മാഗ്നറ്റിക് ഫീൽഡിനെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി എലോങ് ദ ഫീൽഡ് ആയിരിക്കും. ഇനി പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മേക്ക് ദ പാർട്ടിക്കിൾ ടു മൂവ് ഇൻ എ സർക്കുലർ പാത്ത്. പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് എന്ത് ചെയ്യും? ആ പാർട്ടിക്കിളിനെ അതിന് സർക്കുലർ മോഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ലീനിയർ മോഷനും അതേപോലെ തന്നെ അതായത് പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണെങ്കിൽ അതിന് സർക്കുലർ മോഷനും കൊടുക്കും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അതൊരു ഹെലിക്കൽ മോഷനായിരിക്കും. അതായത് എഫക്റ്റ് ഓഫ് ലീനിയർ ആൻഡ് സർക്കുലർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഹെലിക്കൽ മോഷൻ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഡയഗ്രത്തിൽ. സോ ദ മോഷൻ ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സർക്കുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ഹെലിക്കൽ മോഷൻ. സോ ദാറ്റ് ഈസ് ആസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് അറ്റ് ആൻ ആർബിട്രറി ആംഗിൾ തീറ്റ വിത്ത് ദ ഫീൽഡ് ഇറ്റ് അണ്ടർഗോസ് എ ഹെലിക്കൽ പാത്ത്. അതായത് ഹെലിക്കൽ പാത്താണ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്കൊരു വൺ വേർഡൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. മറ്റൊരു പോയിൻ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഡിസ്റ്റൻസ് മൂവ്ഡ് അലോങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ വൺ റൊട്ടേഷൻ. അതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുക. പിച്ച് P എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഒരു റൊട്ടേഷൻ്റെ സമയത്ത് ദ ഡിസ്റ്റൻസ് മൂവ്ഡ് അലോങ് ദ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഒരു റൊട്ടേഷൻ്റെ സമയത്ത് മൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലാണ്? അലോങ് ദ ആക്സിസ് പോകുന്നത് ഏതായിരിക്കും? പാരലൽ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് അല്ലെ, വെലോസിറ്റിയുടെ പാരലൽ കമ്പോണൻ്റ് ആയിരിക്കും. സോ V പാരലൽ ഇൻറ്റു T എന്ന് എഴുതാം. അതായത് ഡിസ്റ്റൻസ് മൂവ്ഡ് അലോങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ വൺ റൊട്ടേഷൻ. ഒരു റൊട്ടേഷനിൽ അത് മൂവ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് പിച്ച്, PITCH എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്ക്രൂ ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രൂ എത്ര ഡിസ്റ്റൻസാണ് മൂവ് ചെയ്യുന്നത് എന്ന് നോക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്? പിച്ച് എന്ന് പറയുന്നത്. പിച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മൂവ്ഡ് അലോങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ വൺ റൊട്ടേഷൻ. സോ P = V പാരലൽ ഇൻറ്റു T ആണ്. നെക്സ്റ്റ് വി ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലോ, അതായത് ബയോട്ട് സവാർട്ട് ലോ ആണ്. അപ്പോൾ നമ്മൾ ബയോട്ട് സവാർട്ട് ലോ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് എലമെൻറ്റ് കാണാനാണ്. അതായത് ഒരു കറണ്ട് എലമെൻറ്റ് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാണാമെന്നുള്ളതാണ് നോക്കുന്നത്. സോ ഹിയർ വി ഹാവ് ടു കൺസിഡർ എ കറണ്ട് ക്യാരിയിങ് എലമെൻറ്റ്. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ് ഇവിടെ കാണുന്നത്. അതിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് I എന്ന് പറയുന്നത്. നമ്മൾ DL എന്ന് പറയുന്ന ചെറിയൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫ്രം ദാറ്റ് എലമെൻറ്റ് വി ഹാവ് ടു കൺസിഡർ എ പോയിന്റ് P അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം DL. അതായത് DL നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിൻ്റാണ് P എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ DL ആൻഡ് R. R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ബിറ്റ്വീൻ DL ആൻഡ് P. ഇനി DL എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സ്മോൾ എലമെൻറ്റ് ഓഫ് ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ.
ഇനി ഈ കേസിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തിനൊക്കെയാണ് ഈ കറണ്ട് കാര്യങ്ങൾ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ആണ്. അതായത് ഡി ബി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്, ഐക്ക് പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ എലമെൻറ്റിന് പ്രൊപ്പോർഷണൽ ആണ്, ദാറ്റ് ഈസ് ഡി എല്ലിന് പ്രൊപ്പോർഷണൽ ആണ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡി എൽ ആൻഡ് ആർ. അതായത് ഡി എല്ലിനും ആറിനും ഇടയിലുണ്ടാകുന്ന ആംഗിൾ, അതായത് തീറ്റ എന്ന് പറയുന്ന ആംഗിളിൻ്റെ സൈൻ, അതായത് സൈൻ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആർ. അതായത് ആർ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഐ, ഡി എൽ, സൈൻ തീറ്റ ഇവയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്. ആർ സ്ക്വയറിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ അവയൊന്ന് ഒരുമിച്ച് ചേർത്ത് എഴുതി നോക്കാം. ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഇനി ഡി ബി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ μ0/4π ആണ് നമ്മൾ എടുക്കുന്ന കോൺസ്റ്റൻറ്റ്, ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. അപ്പോൾ അതാണ് ബയോട്ട് സവാർട്ട് ലോയുടെ ഇക്വേഷൻ. അതായത് ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ആണ്. ഇനി ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഇത് എങ്ങനെയാണ് ബയോട്ട് സവാർട്ട് ലോ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്മോൾ എലമെൻറ്റ് ഓഫ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ഒരു ചെറിയ എലമെൻറ്റ് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണ്? which is directly proportional to the current I, the length of the element dl, sine of the angle between dl and r, and inversely proportional to the square of the distance r. So ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. The magnetic field due to a small element of a current carrying conductor is directly proportional to the current I, the length of the element dl, the sine of the angle between dl and r, and inversely proportional to the square of the distance r. That is dB is equal to μ0/4π I dl sin theta by r square. Here μ0 is the permeability of free space ആണ്. അപ്പോൾ ε0 is the permittivity of free space അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ μ0 എന്ന് പറയുന്നത് ഒരു പുതിയ ക്വാണ്ടിറ്റിയാണ്, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിൻ്റെ വാല്യൂ ഒന്ന് ഓർത്തിരിക്കുക, 4π × 10⁻⁷ ടെസ്ല മീറ്റർ പെർ ആംപെയർ ആണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ μ0/4π എന്ന് പറയുന്ന വാല്യൂ 10⁻⁷ Tm പെർ ആംപെയർ ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം, കാരണം ഇത് നമുക്ക് കാൽക്കുലേഷന് ആവശ്യം വരും, ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് ആവശ്യം വരും. അപ്പോൾ μ0യുടെ വാല്യൂ 4π × 10⁻⁷ μ0/4π എന്ന് പറയുന്നത് 10⁻⁷ ടെസ്ല മീറ്റർ പെർ ആംപെയർ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. Now we can write the Biot-Savart law in vector form. വെക്ടർ ഫോമിൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ബയോട്ട്-സവാർട്ട് ലോയുടെ ഇക്വേഷൻ എന്താണ്? ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ. ഇനി ഇതിനെ വെക്ടറാക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? ദാറ്റ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഐ ഡി എൽ ക്രോസ് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഇനി ആർ ക്യാപ്പിന് പകരം എന്ത് എഴുതാം? വെക്ടർ ആർ ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആർ ആണ്. സോ ആർ ക്യാപ്പ് ബൈ ആർ ബൈ വെക്ടർ ആർ ബൈ ആർ എന്ന് എഴുതാം. അപ്പോൾ അത് മാറ്റി എഴുതുമ്പോൾ ഇവിടെ എന്ത് വരും? μ0/4π ഐ ഡി എൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് എന്ന് കിട്ടില്ലേ. അതായത് μ0/4π ഐ ഡി എൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് എന്ന് പറയുന്നതാണ് വെക്ടർ ഫോം ഓഫ് ബയോട്ട്-സവാർട്ട് ലോ. ഓക്കെ, now we have applications of Biot-Savart law. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതൊരു ഡെറിവേഷനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. അതായത് ഒരു സർക്കുലർ കറണ്ട് ലൂപ്പിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സർക്കുലർ ലൂപ്പാണ് വിച്ച് ഹാസ് എ റേഡിയസ് ഓഫ് ക്യാപിറ്റൽ ആർ ആൻഡ് ക്യാരിങ് എ കറണ്ട് ഐ കറണ്ടുള്ള ഒരു സർക്കുലർ ലൂപ്പാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. നൗ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ് വി ആർ കൺസിഡറിങ് എ പോയിൻറ്റ് പി. അതായത് പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഫ്രം ദ സെൻറ്റർ ടു പി ദ ഡിസ്റ്റൻസ് ഈസ് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണുള്ളത്. അതുപോലെ തന്നെ
എ ബി എന്ന് പറയുന്ന 2 പോയിന്റ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മളൊരു ഡി എൽ എന്ന് പറയുന്ന സ്മോൾ എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ സ്മോൾ എലമെൻറ്റിൽ നിന്ന് പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ ആർ ആയിട്ട് എടുത്തിട്ടുണ്ട്. സ്മോൾ ലെറ്റർ ആർ ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിലും ഡി എൽ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രമാണ് വരച്ച് കാണിക്കുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ്. ഇനി നമുക്കിവിടെ കാണാൻ കഴിയും ഡി ബി എന്ന് പറയുന്ന കമ്പോണൻറ്റ് അതിനെ റിസോൾവ് ചെയ്തിട്ട് ഡി ബി കോസ് തീറ്റ ഡി ബി സൈൻ തീറ്റ എന്ന് റിസോൾവ് ചെയ്തിട്ടുണ്ട്. ദെൻ ആംഗിൾ തീറ്റ ഈസ് ദർ ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണാം, അതായത് ഈ സർക്കുലർ കറണ്ട് ലൂപ്പിൻ്റെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ സർക്കുലർ ലൂപ്പ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ എന്താണ് യൂസ് ചെയ്തിരുന്നത്? ബയോട്ട് സവാർട്ട് ലോ ആണ് യൂസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ബയോട്ട് സവാർട്ട് ലോയുടെ ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതാം. അതായത് ഡി ബി = μ0/4π I dl sin θ ബൈ ആർ സ്ക്വയർ ആണ്. ഇനി നമ്മൾ ആംഗിൾ തീറ്റ എത്രയാണോ നോക്കി നോക്കൂ. ഇവിടെ ആംഗിൾ തീറ്റ 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? ഡി ബി = μ0/4π I dl sin 90 ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. sin 90യുടെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ ഡി ബി = μ0/4π I dl ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഈ ആർ സ്ക്വയറിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതായത് ആർ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കി നോക്കൂ. ഒ എ പി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഈ ആർ എന്ന് പറയുന്നത് അവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. സോ ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു സ്മോൾ ആർ സ്ക്വയർ ആണ് അല്ലേ. അതായത് സ്മോൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ആർ സ്ക്വയറിന് പകരം എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. So here we can write dB is equal to μ0/4π I dl by x square plus r square എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഡി ബിയെ 2 കമ്പോണൻസ് ആക്കിയിട്ട് റിസോൾവ് ചെയ്യണം. അതായത് ഡി ബി സൈൻ തീറ്റ ആൻഡ് ഡി ബി കോസ് തീറ്റ. സോ അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിലും ഇതേപോലെ തന്നെ ഒരു കമ്പോണൻറ്റ് നമ്മൾ അതായത് എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. സോ ഹിയർ വി വിൽ ഗെറ്റ് ദ പോയിന്റ് പി ടു ബി ആസ് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ദെൻ ഇവിടെ നമ്മൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 കമ്പോണൻസ് കിട്ടും അല്ലേ. അതിൽ 2 കമ്പോണൻസ് സൈനിൻ്റെ 2 കമ്പോണൻസ് ക്യാൻസൽ ചെയ്ത് പോകും. ടോട്ടൽ വരുന്നത് എന്തായിരിക്കും? ഡി ബി കോസ് തീറ്റ മാത്രമാണ് ടോട്ടൽ ഫീൽഡിൽ വരുന്നത്. അതായത് ടോട്ടൽ ഫീൽഡ് ബി = ഇൻറ്റഗ്രൽ ഡി ബി കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൽ നിന്ന് കാണാമല്ലോ. ഒ എ പി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ കിട്ടും. അതായത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആർ ബൈ ആർ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതാം. ഇനി ഡി ബിക്കും കോസ് തീറ്റയ്ക്കും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം സെക്കൻഡ് ഇക്വേഷനിൽ. അപ്പോൾ എന്ത് കിട്ടും? ബി = ഇൻറ്റഗ്രൽ μ0/4π I dl ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു ആർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതാം. ഇനി അതിൽ കോൺസ്റ്റൻസിനെല്ലാം ഔട്ട്സൈഡ് എടുക്കുന്ന സമയത്ത് μ0/4π IR ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഇനി ഇൻറ്റഗ്രൽ ഡി എൽ മാത്രമാണ് വരുന്നത്. ഓക്കെ, ഇനി ഇൻറ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കുലർ ലൂപ്പിലെ ഓരോ ഡി എല്ലുകളും ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അതാണ് ഇൻറ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത്. ഓരോ എലമെൻറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2πr ആണ് ഇവിടെ അല്ലേ. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഹിയർ 2πr. ഇനി അതിലേതൊക്കെ ക്യാൻസൽ ചെയ്ത് പോവുക? 2 and 4 വിൽ ഗെറ്റ് ക്യാൻസൽ, പിന്നെ പൈ വിൽ ഗെറ്റ് ക്യാൻസൽ. അപ്പോൾ റിമൈനിങ് തിങ്സ് എന്തൊക്കെയാണ്? ബി = μ0I r square by 2 into x square plus r square the whole raised to 3/2 ആണ്. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്. അതായത് ബി = μ0I r square by 2 into x square plus r square whole raised to 3/2 ആണ്. അടുത്തത് പറഞ്ഞിട്ടുള്ളതാണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ്. സെൻറ്റർ ഓഫ് ദ ലൂപ്പിൽ എത്രയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള പോയിന്റ് പി എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ് അല്ലേ. അപ്പോൾ ആ കേസിൽ സെൻട്രലാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് പി എവിടെയായിരിക്കും? സെൻട്രലാണെന്നുണ്ടെങ്കിൽ എക്സ് അവിടെ 0 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ ആ കണ്ടീഷൻ ഒന്ന് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബി വിൽ ബി ഈക്വൽ ടു μ0I r square by 2 into 0 square plus r square the whole raised to 3/2 എന്ന് വരും അല്ലേ. അപ്പോൾ അതിൽ 2 and 2 will get cancelled. അപ്പോൾ റിമൈനിങ് തിങ് എന്താണ്? ബി = μ0I r square divided by 2r square ആണ്. ഓക്കെ,
by 2r cube ആണ്. ഓക്കെ, സോ ദിസ് r square and r square will get cancelled. Then B will be equal to mu 0 I by 2r. അതായത് at the center of the loop the magnetic field is mu 0 I by 2r ആണ്. അടുത്ത് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് കാണാമെന്നുള്ളതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണുന്നത്. അപ്പോൾ നമ്മൾ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ തന്നിട്ടുള്ള സർക്കുലർ വയറിനെ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡിൽ കേൾ ചെയ്യണം. അതായത് പാമിൽ വെച്ചുകൊണ്ട് നമ്മൾ വി കേൾ ദ പാം ഓഫ് യുവർ റൈറ്റ് ഹാൻഡ് അറൗണ്ട് ദ സർക്കുലർ വയറാണ്. വിത്ത് ഫിംഗേഴ്സ് പോയിൻറ്റിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആയിരിക്കും. ദെൻ ദ തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ എന്താണ്, ഫിംഗേഴ്സ് ഡയറക്ഷൻ ഓഫ് കറണ്ടാണ് കാണിക്കുന്നത്. ദെൻ തമ്പ് പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പർ സൈഡ് ഓഫ് ദ ലൂപ്പ് നമ്മൾ എടുക്കുന്നത് എന്താണ്, നോർത്ത് പോളായിട്ടും അതേപോലെ ലോവർ സൈഡ് ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് ദ സൗത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ആണ്. അപ്പോൾ ഒന്നും കൂടെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത് എന്താണ്, ഹിയർ വി ഹാവ് ടു കേൾ ദ പാം ഓഫ് യുവർ റൈറ്റ് ഹാൻഡ് അറൗണ്ട് ദ സർക്കുലർ വയർ വിത്ത് ദ ഫിംഗേഴ്സ് പോയിൻറ്റിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ദെൻ ദ റൈറ്റ് ഹാൻഡ് തമ്പ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ബയോട്ട്-സവാർട്ട് ലോ. ഇനി അടുത്ത് നമ്മൾ പുതിയൊരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.